ഈ ടി കെ ഗോവിന്ദൻ മാഷ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ വഞ്ചനയാണ് കാട്ടിയത്. അദ്ദേഹം വിവിധ പദവികൾ അലങ്കരിച്ചതിനെ കുറിച്ചുകൂടെ പറഞ്ഞല്ലോ. അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയാകണമെന്നുള്ള മോഹത്താൽ ഇപ്പോൾ കോൺഗ്രസുമായി ചേർന്ന് രാഷ്ട്രീയ വഞ്ചന നടത്തുന്ന പരിതസ്ഥിതിയിലാണ് ഇതുപോലെയുള്ള പാർട്ടി വിരുദ്ധ പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. അദ്ദേഹം പറഞ്ഞല്ലോ ഹാപ്പിനെസ് ഫെസ്റ്റ്. ആ ഹാപ്പിനെസ് ഫെസ്റ്റ് അഴിമതിയും കൊള്ളരുതായ്മകളും നടന്നതായി അദ്ദേഹം പറഞ്ഞല്ലോ. 3 വർഷമാണ് ഹാപ്പിനെസ് ഫെസ്റ്റ് നടത്തിയത്. ഹാപ്പിനെസ് ഫെസ്റ്റ് നടത്തുന്നത് ആ മണ്ഡലത്തിലെ ജനപ്രതിനിധികളുടെ ഒരു കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഒരു സംഘാടക സമിതിയാണ്. എല്ലാ രാഷ്ട്രീയത്തിലും പെട്ടവർ അതിലുണ്ട്. അവരുൾക്കൊള്ളുന്ന സംഘാടക സമിതി നടത്തുന്ന ഹാപ്പിനെസ് ഫെസ്റ്റ് 2023-24, 2024-25, മൂന്നാമത്തെ വർഷത്തത് 2025-26 അത് വേണം. ഇത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓഡിറ്റ് ചെയ്ത കണക്ക് ചാർട്ടേഡ് അക്കൗണ്ടന്റ് പരിശോധിച്ച് ആ ചാർട്ടേഡ് അക്കൗണ്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് അയച്ചു കൊടുത്ത് ഇൻകം ടാക്സ് റിപ്പോർട്ട് ഇൻകം ടാക്സിന് അയച്ചു കൊടുത്ത റിട്ടേണ് അക്നോളജ് ചെയ്ത സർട്ടിഫിക്കറ്റാണ്. അതിൽ മറ്റൊരു സംഗതി ഇതാണ്, അതിൻ്റെ രേഖയാണ്. സെൻട്രലൈസ്ഡ് പ്രോസസ്സിംഗ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻകം ടാക്സിൻ്റെ ആ ഡിപ്പാർട്ട്മെൻറ്റും ഇതെല്ലാം കണക്കുകൾ പരിശോധിച്ചിട്ട് അവരിങ്ങോട്ട് പറയുകയാണ്, നിങ്ങൾക്ക് ഇത് പ്രകാരം തിരിച്ചു കിട്ടാനുള്ള ഒരു 18,690 രൂപയുണ്ട്. ഇനിയിപ്പോൾ 2025-26 സമർപ്പിക്കാനുണ്ട്. അത് തയ്യാറായിട്ടുമുണ്ട്. ഇതെല്ലാം യഥാർത്ഥത്തിൽ അവതരിപ്പിച്ചത് ആ സംഘാടക സമിതിയുടെ യോഗത്തിലാണ്. അത് കണക്ക് അവതരിപ്പിച്ച് അംഗീകരിച്ചതിന് ശേഷം ഓഡിറ്റ് ചെയ്ത് അയച്ചു എന്നുള്ളതാണ് ഇൻകം ടാക്സ് റിട്ടേണിൽ നിന്ന്. ആ റിട്ടേൺ അയച്ചതുകൊണ്ടാണ് അക്നോളജ് ചെയ്ത് കിട്ടുന്നത്. ഇതിൽ ഗോവിന്ദൻ മാഷ് ആ ഹാപ്പിനെസ് ഫെസ്റ്റിൻ്റെ വൈസ് ചെയർമാനാണ്. ഹാപ്പിനെസ് ഫെസ്റ്റിൽ ഇതുവരെ ചെലവഴിച്ച തുകയിൽ അവിടുത്തെ MLA ഒരു നയാ പൈസയുടെ വൗച്ചർ എഴുതി വാങ്ങിയിട്ടില്ല. മകന് അതിൻ്റെ ഒരു പണമിടപാടിലും ബന്ധവുമില്ല. പിന്നെ എന്തിനാ ഇങ്ങനെയൊരു കള്ളം പറഞ്ഞത്? അദ്ദേഹമാണെങ്കിൽ നേരത്തെ ഇത്തരം വല്ല പ്രശ്നമുണ്ടെങ്കിൽ പാർട്ടി കമ്മിറ്റിയിൽ പറയണ്ടേ? പാർട്ടി കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുമില്ല. യഥാർത്ഥത്തിൽ ഹാപ്പിനെസ് ഫെസ്റ്റ് തളിപ്പറമ്പ് മണ്ഡലത്തിൽ തുടങ്ങിയതാണെങ്കിലും കേരളം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട ഒരു പരിപാടിയായി. ഏറ്റവും ഒടുവിൽ നടന്ന പരിപാടിയിൽ ശ്രദ്ധേയമായ ഒന്ന് വേടൻ്റെ ഗാനമേളയായിരുന്നു. വേടൻ്റെ പരിപാടി പല സ്ഥലങ്ങളിലും നടന്നപ്പോൾ ചില ക്രമസമാധാന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അവിടെ ഒന്നും ഉണ്ടായില്ല. ജനങ്ങൾ ആകെ സഹകരിച്ചു. ഇനി ഈ കണക്ക് അവതരിപ്പിച്ച യോഗങ്ങളോ, ആ യോഗത്തിൽ വൈസ് ചെയർമാൻ കൂടിയായ ഇദ്ദേഹം ഉണ്ടാകണമല്ലോ, ഇദ്ദേഹം അറിയാതിരിക്കൂലല്ലോ. ഹാപ്പിനെസ് ഫെസ്റ്റിൻ്റെ കണക്ക് അവതരിപ്പിച്ചത് 1/5/2023, രണ്ടാമത്തെ പരിപാടിയുടെ കണക്ക് അവതരിപ്പിക്കുന്നത് 22/5/2024, മൂന്നാമത്തത് ഇപ്പോഴാണ്. അത് പ്രത്യേകിച്ച് നമ്മുടെ തദ്ദേശ ദിനാഘോഷവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഫെബ്രുവരി 13 മുതൽ 19 വരെയായിരുന്നു ആ പരിപാടി. മാധ്യമ സുഹൃത്തുക്കൾ ആ സമയത്ത് അവിടെ ഉണ്ടാവും. അത് 10/3/2026 കമ്മിറ്റി അംഗീകരിച്ചു കഴിഞ്ഞു. അതിന് ഇൻകം ടാക്സിൻ്റെ റിട്ടേൺസ് അയച്ച് അത് ഈ 31 മുമ്പ് അയക്കണം. ഇതെല്ലാം രേഖകളായി ഇരിക്കുമ്പോഴാണ് അദ്ദേഹം പറയുന്നത് ഹാപ്പിനെസ് ഫെസ്റ്റിൽ അഴിമതിയും കൊള്ളരുതായ്മയും നടക്കുന്നു എന്നുള്ള പച്ചക്കള്ളയല്ലേ. അതുപോലെയുള്ള കള്ളമാണ് പാർട്ടിക്കകത്ത് സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു എന്നത്.